ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഗൃഹാങ്കണ രാമായണ പാരായണം 29-ാം ദിവസം. രാവണ സോദരനായിട്ടുള്ള കുംഭകർണൻ ശ്രീരാമചന്ദ്രനാൽ വധിക്കപ്പെട്ടിരിക്കുകയാണ്. ആകാശദേശത്ത് നിന്ന് ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ദേവർഷി നാരദർ രാമനെ വണങ്ങുവാനായി എത്തിച്ചേർന്നു. രാമനെ സ്തുതിച്ച് പാടിക്കൊണ്ട് രാമനിൽ നിന്ന് അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് മാമുനി തിരിച്ചു പോവുകയാണ്. പാതിയും പോയത് ഭൂപാരമിന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊൽകയാൽ ഭോഗീന്ദ്രനായ സൗമിത്രിയും നാളെ മേഘനിനാഥനെ കൊല്ലുമയോധനെ. പിന്നെ മറ്റന്നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയം രക്ഷിച്ചു കൊള്ളുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു. മാനവവീര ജയിക്ക ജയിക്ക നീ. കുംഭകർണ വാർത്തയറിഞ്ഞ രാവണൻ മോഹാലസ്യപ്പെടുകയാണ്. ഒരുവിധം സ്വസ്ഥാവസ്ഥയിലെത്തിയപ്പോൾ രാവണൻ ത്രിശിരസ്, അതികായൻ, ദേവാന്തകൻ, നരാന്തകൻ, മഹോധരൻ, മഹാപാർശ്വൻ, മത്തൻ, ഉന്മത്തൻ എന്നീ ഉന്നത രാക്ഷസ വീരന്മാരെ അവരവരുടെ അപേക്ഷപ്രകാരം യുദ്ധത്തിനായി പറഞ്ഞയക്കുകയാണ്. അതിൽ എല്ലാവരും ഗംഭീരമായി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വാനരന്മാർക്കും നഷ്ടമേറെ ഉണ്ടായി. രാക്ഷസന്മാരും നിരവധി ചത്തു വീഴുകയാണ്. 8 വീരന്മാരിൽ അതികായൻ മാത്രം അവശേഷിച്ചു. മധുകൈഢബന്മാരിൽ കൈഢബനാണ് അതികായനായി ജനിച്ചിട്ടുള്ളത്. കുബേരനെ ലങ്കയിൽ നിന്നും ഓടിപ്പിച്ച ശേഷം രാവണൻ പുഷ്പക വിമാനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ മയൂരഗിരിയുടെ താഴ്വാരത്തിൽ ചിത്രാംഗി എന്ന ഗന്ധർവ സുന്ദരിയെ കണ്ടുമുട്ടി. അവളിൽ രാവണന് ജനിച്ച മകനാണ് അതികായൻ. ജനിച്ച ഉടൻ തന്നെ അവൻ അതിവേഗം വളർന്നുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് അതികായൻ എന്ന പേര് സിദ്ധിച്ചിട്ടുള്ളത്. ഗന്ധർവ സുന്ദരി അതികായ ജനനത്തോടുകൂടി ഗന്ധർവ ലോകത്തേക്ക് തിരിച്ചുപോയി. രാവണൻ അവനെ ലങ്കയിലേക്ക് കൊണ്ടുപോവുകയും തൻ്റെ ഭാര്യമാരിൽ വന്ധ്യയായ ധന്യമാലയ്ക്ക് സമ്മാനിക്കുകയും ചെയ്തു. ധന്യമാല അവനെ മകനായി വളർത്തി. ആർക്കും ഭേദിക്കുവാൻ കഴിയാത്ത കഞ്ചുകവും ആർക്കും തടുക്കാൻ കഴിയാത്ത ബ്രഹ്മാസ്ത്രവും ദാഹവും മോഹവും ഉണ്ടാവുകയില്ല എന്ന അവസ്ഥയും അവന് ബ്രഹ്മാവിൽ നിന്ന് വരദാനമായി ലഭ്യമായിട്ടുണ്ട്. ശിവഭഗവാനിൽ നിന്നാണ് വിദ്യ അഭ്യസിച്ചിട്ടുള്ളത്. ശിവശങ്കര നിർദ്ദേശപ്രകാരം മായാവിദ്യ ഒരിക്കലും പ്രയോഗിക്കുകയില്ല എന്ന പ്രതിജ്ഞയെടുത്ത ശേഷം പാശുപതാസ്ത്രം സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട്. അസ്ത്രപ്രയോഗ നിപുണനായ അതികായൻ 1000 കുതിരകളെ പൂട്ടിയ തേരിൽ കയറി അസ്ത്രങ്ങളും മറ്റായുധങ്ങളുമായി യുദ്ധരംഗത്തെത്തിയപ്പോൾ അഹങ്കാരത്തോടുകൂടി അവൻ ചെറുഞാണൊലിയിട്ടു.
എതിർത്ത് നിൽക്കാനാവാതെ വാനരന്മാർ 4 ദിക്കിലേക്കും ഓടിത്തുടങ്ങി. അപ്പോൾ ലക്ഷ്മണൻ വന്ന് തടുക്കുകയാണ്. അതികായനെ ലക്ഷ്യം വെച്ച് പറന്നെത്തിയ ലക്ഷ്മണ ബാണങ്ങൾ അതികായ ശരീരത്തെ സ്പർശിക്കാതെ വീണുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മണൻ ഇതികർത്തവ്യം മൂഢനായി ചിന്താകുലനായി നിൽക്കവേ വായു ഭഗവാൻ മനുഷ്യരൂപം ധരിച്ചു വന്ന് പറഞ്ഞു, പണ്ട് ബ്രഹ്മാവിനാൽ നൽകപ്പെട്ട പടച്ചട്ട ഇവൻ ധരിച്ചിട്ടുണ്ട്. അതിനാൽ ആയുധമേൽക്കുകയില്ല. ധർമ്മത്തെ രക്ഷിക്കുവാൻ ബ്രഹ്മാസ്ത്രമെയ്ത് ഇവനെ വധിക്കുക ലക്ഷ്മണകുമാര. ലക്ഷ്മണൻ രാമപാദങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയാണ്. തൽക്ഷണേ കണ്ഠം മുറിച്ചാനതു നേരം ഭൂമൗ പതിച്ചോരധികായ മസ്തകം. ആമോദമുൾക്കൊണ്ടെടുത്തു കപികുലം രാമാന്തികെ വെച്ചു കൈതൊഴുതിടിനാർ. ആമയം പൂണ്ട് ശേഷിച്ച രക്ഷോഗണം രാവണനോടറിയിച്ചാരവസ്ഥകൾ. ഹാവിധിയെന്നലറി ദശകണ്ഠനും. ശ്രീരാമസേനയുമായുണ്ടായ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ രാവണൻ്റെ ധീരയോദ്ധാക്കളായ സേനാപതികളും മന്ത്രിമാരും മക്കളും മരുമക്കളും എല്ലാം തന്നെ മരിച്ചു പോയതിൽ ദുഃഖിച്ച് കേഴുകയാണ് രാവണൻ. വിലപിച്ചുകൊണ്ടിരുന്ന അച്ഛൻ്റെ അടുത്തേക്ക് മൂത്ത മകൻ ഇന്ദ്രജിത്ത് വന്നു ചേരുകയാണ്. അവൻ താതനോട് പറയുകയാണ്, അച്ഛൻ അല്പവും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പോയി യുദ്ധം ജയിച്ചു വരാം. മകൻ്റെ കഴിവിൽ അതിവിശ്വാസമുള്ള രാവണൻ ഇന്ദ്രജിത്തിനെ മാറോടണച്ച് യാത്ര അയക്കുകയാണ്. രാവണ മണ്ഡോദരി ദമ്പതിമാരുടെ മൂത്ത മകനാണ് മേഘനാഥൻ. രാവണൻ ലങ്കയിൽ ഇല്ലാതിരുന്ന ഒരു ഇടവേളയിൽ നികുംഭില എന്ന കർമ്മഭൂമിയിൽ പ്രവേശിച്ച് ശുക്രമുനിയുടെ ശിക്ഷണത്തിൽ അഗ്നിഷ്ടയോമയാഗം, അശ്വമേധയാഗം, ബഹുസ്വർണയാഗം, വൈഷ്ണവയാഗം, മഹേശ്വരയാഗം, രാജസൂയയാഗം, ഗോസമയയാഗം എന്നീ 7 മഹായാഗങ്ങൾ നടത്തി വിദ്യകൾ സമ്പാദിച്ചിരിക്കുകയാണ് മേഘനാഥൻ. രാവണൻ തിരിച്ചു വന്നപ്പോൾ ഇത് കേട്ട് വളരെ സന്തുഷ്ടനാവുകയുണ്ടായി. പക്ഷേ വൈഷ്ണവയാഗം നടത്തിയതിൽ രാവണന് തീരെ തൃപ്തിയുണ്ടായില്ല. അതിന് ശുക്രാചാര്യരോട് പരിതപിക്കുകയും ചെയ്തു. വിഷ്ണു നിന്ദ നടത്തുക കാരണം, അല്ലയോ രാവണ, അങ്ങ് വിഷ്ണുവിനാൽ മരണപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ശുക്രാചാര്യർ ഇത്തരുണത്തിൽ പ്രസ്താവിക്കുകയും ചെയ്യുകയുണ്ടായി. ശൈവയാഗത്തിൽ പ്രസാദിച്ച പരമേശ്വരൻ മേഘനാഥനെ അനുഗ്രഹിച്ചു. അവന് സമാധി എന്ന വിദ്യ ഉപദേശിക്കുകയും ചെയ്തു. മറ്റുള്ളവരിൽ നിന്ന് അദൃശ്യനായി യുദ്ധം ചെയ്യുവാനുള്ള വിദ്യയാണ് സമാധി. രാവണനും ഇന്ദ്രനും തമ്മിൽ നടന്ന ഘോര യുദ്ധത്തിൽ മേഘനാഥനും പങ്കെടുത്തിരുന്നു. രാവണൻ ഇന്ദ്രനോടും മേഘനാഥൻ ജയന്തനോടും ഏറ്റുമുട്ടി. യുദ്ധത്തിൽ മേൽക്കൈ നഷ്ടമായ ജയന്തനെ അവൻ്റെ അമ്മയുടെ അച്ഛൻ സമുദ്രത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു. ഇന്ദ്രൻ്റെ വജ്രായുധമേറ്റ് രാവണൻ നിലം പതിച്ചു. അപ്പോൾ അദൃശ്യവിദ്യയായ സമാധി ഉപയോഗിച്ച് മേഘനാഥൻ ഇന്ദ്രനെ ബന്ധനസ്ഥനാക്കി. ഉടൻ ബ്രഹ്മാവ് ഇടപെട്ട് ഇന്ദ്രനെ മോചിപ്പിച്ചു. ഇന്ദ്രജിത്ത് എന്ന ബഹുമതി നാമം മേഘനാഥന് നൽകുകയും ചെയ്തു. യുദ്ധം ചെയ്യുവാനുള്ള അച്ഛൻ്റെ അനുമതി കിട്ടിയ ഇന്ദ്രജിത്ത് നികുംബലയിലെത്തി. ശ്രീ പരമേശ്വരനെ പ്രസാദിപ്പിക്കുവാനായി ഹോമം തുടങ്ങി. അഗ്നിയിൽ നിന്ന്
നിരവധി അസ്ത്രശസ്ത്രങ്ങളും മറഞ്ഞിരിക്കുവാനുള്ള വിദ്യയും നേടി നേരെ യുദ്ധക്കളത്തിലെത്തി. വാനരസേനയുടെ യുദ്ധ നിപുണതയിലും കരുത്തിലും വീര്യത്തിലും രാക്ഷസ സൈന്യത്തിനും മേഘനാഥനും പിടിച്ചു നിൽക്കുവാൻ സാധിച്ചില്ല. വമ്പിച്ച രാക്ഷസപ്പട നാമാവശേഷമായി. പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇന്ദ്രജിത്ത് അന്തർധാനം ചെയ്യുകയാണ്. ബ്രഹ്മാസ്ത്രം ഒളിച്ചിരുന്ന് പ്രയോഗിക്കുകയാണ്. അഗസ്ത്യ മഹർഷിക്ക് ശ്രീ പരമേശ്വരനിൽ നിന്ന് ലഭ്യമായതാണ് ഈ അസ്ത്രത്തിൻ്റെ തത്വം. പിന്നീട്, അതായത് കാലാന്തരത്തിൽ, ഈ തത്വം പലർക്കായി പങ്കിട്ട് കിട്ടുകയാണ് ഉണ്ടായിട്ടുള്ളത്. വളരെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും ഭയഭക്തി ബഹുമാനത്തോടും ഉപയോഗിക്കേണ്ടതാണ് ബ്രഹ്മാസ്ത്രം. എയ്തു പോകല്ല മനുഷ്യരിലൊരിക്കലും, അല്പന്മാരിതു പ്രയോഗിച്ചാൽ മുപ്പാരിതു മുടിക്കുമേ. നിസാമാന്യം പാരിലൊന്നി അസ്ത്രമെന്നാണ് ചൊൽവതും, ശുദ്ധിയോടിതു വെച്ചാലും എങ്ങാനും മർത്യനല്ലാത്ത ശത്രു ബാധിക്കലന്നുടൻ അവനെ കൊൽവാനിതയച്ചിടാം. ഇതാണ് ബ്രഹ്മാസ്ത്ര പ്രയോഗ തത്വം. അതിൻ്റെ ഉപദേശ നിർദ്ദേശവും ഇത് തന്നെയാണ്. ഇതൊന്നും പാലിക്കാതെയാണ് മേഘനാഥൻ ഈ അസ്ത്രപ്രയോഗം നടത്തിയിട്ടുള്ളത്. കാട്ടുതീ ഏറ്റ പോലെ വാനരന്മാർ വീഴുകയാണ്. സുഗ്രീവാദികളായ വാനരപ്പട സമ്പൂർണമായി അസ്ത്രമേറ്റ് നിലം പതിക്കുകയാണ്. രാമലക്ഷ്മണന്മാരും എയ്ത് വീഴ്ത്തപ്പെടുകയാണ്. ലോകം നിശ്ചലമായിരിക്കുകയാണ്. മേഘനാഥൻ വിജയസൂചകമായി ശംഖനാദം മുഴക്കുകയാണ്. ദേവസമൂഹമാകെ കരഞ്ഞു വശായിപ്പോവുകയാണ്. ഇന്ദ്രജിത്ത് യുദ്ധരംഗത്തെത്തി കുതന്ത്രങ്ങൾ ഒപ്പിക്കും എന്ന് ഉറപ്പുള്ളതിനാൽ ആ ആപത്ത് കാലത്ത് സഹായത്തിനെത്താം എന്ന ധാരണയോടെ പോർക്കളം വിട്ടു നിൽക്കുകയായിരുന്നു വിഭീഷണൻ. ബ്രഹ്മാസ്ത്ര പ്രയോഗത്തിലും ജീവൻ നഷ്ടപ്പെടാതിരുന്ന ഹനുമാൻ തീക്കൊള്ളി മിന്നിച്ചുകൊണ്ട് യുദ്ധഭൂമിയിൽ ജീവനോടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പുറപ്പെടുകയാണ്. അപ്പോഴാണ് യുദ്ധഭൂമിയിലേക്ക് എത്തുന്ന വിഭീഷണനെ കാണുന്നത്. രണ്ടുപേരും കൂടെ തിരച്ചിൽ നടത്തുന്നതിനിടെ ഋഷകുലാധിപൻ ജാംബവാനെ കണ്ടെത്തി. ജാംബവാൻ ഹനുമാനെ മാറത്തണച്ചു പുൽകിക്കൊണ്ട് പറയുകയാണ്, അല്ലയോ ഹനുമാൻ, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കുക. ഹിമവാനിൽ നിന്ന് 96,000 യോജന വടക്ക് ഹേമകൂടം, രത്നകൂടം എന്നീ 2 പർവ്വത ശൃംഗങ്ങളുണ്ട്. ഹേമകൂടത്തിൻ്റെ വടക്കാണ് മഹാമേരു, അതിൻ്റെ പടിഞ്ഞാറാണ് വൈകുണ്ഠം. രത്നകൂടത്തിൻ്റെ വടക്കാണ് കൈലാസം. ഈ 2 ശൃംഗങ്ങളുടെയും നടുക്ക് സത്യലോകം സ്ഥിതി ചെയ്യുന്നു. ഇതിൻ്റെ തെക്കാണ് സംയമനി എന്ന യമലോകം. സംയമനിയുടെ കിഴക്കാണ് ദേവലോകം. അനന്തമായ ബ്രഹ്മാണ്ഡം പ്രപഞ്ചത്തിൽ ഒരു കടുകുമണി പോലെ ഗോളാകൃതിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് എന്നിങ്ങനെ ദിക്കുകൾ നിജപ്പെടുത്തി പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നീ ശ്രദ്ധാപൂർവം പോകണം. കൈലാസവും കടന്ന് നീ ഋഷഭാദ്രിയിലെത്തണം. അതിൻ്റെ ഉയർന്നു നിൽക്കുന്ന 2 ശൃംഖങ്ങളുടെയും നടുക്കാണ് ദിവ്യൌഷധങ്ങൾ ഉള്ളത്. അത് 4 വിധമാണ്: വിശല്യക്കരണി, സന്ധാനകരണി, സുവർണകരണി, 4ാമത് മൃതസഞ്ജീവനി. മൃതസഞ്ജീവിനി, അതാണ് വായുപുത്ര നീ കൊണ്ടുവരേണ്ടതായിട്ടുള്ളത്. കാര്യഗൗരവവും കൈക്കൊണ്ട് മാരുതി വായുവേഗത്തിൽ വാനിലേക്ക് കുതിച്ചുയരുകയാണ്.
ഹിമാലയവും കടന്ന് അളകാപുരിയും ധരാനദിയും കടന്ന് മേരുപർവ്വതവും കടന്ന് ഋഷഭാദ്രിയിലെത്തിയ ഹനുമാൻ വിസ്മയപ്പെട്ടു പോവുകയാണ്. ഹനുമാൻ ദിവ്യൌഷധത്തിന് പോയ വിവരം രാവണൻ ചാരന്മാർ മുഖാന്തരം അറിഞ്ഞു. ഹനുമാന്റെ ദൗത്യം ഒരിക്കലും വിജയിക്കരുത്. രാവണൻ ആലോചനയിലാഴുകയാണ്. അല്പസമയത്തിനുള്ളിൽ അകമ്പടിക്കാരെ ഒഴിവാക്കിക്കൊണ്ട് മാതുലസ്ഥാനം വഹിക്കുന്ന കാലനേമിയെ വീട്ടിൽ ചെന്ന് കാണുകയാണ്. അസമയത്ത് കയറി വന്നിട്ടുള്ള രാവണനെ യഥാവിധി സ്വീകരിച്ച കാലനേമി ആഗമനോദ്ദേശം ആരായുകയാണ്. രാവണൻ വളരെ ദുഃഖത്തോടും വിനയത്തോടും തന്നെ സ്വയം പരിശുദ്ധനാക്കിക്കൊണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞറിയിക്കുകയാണ്. ഹനുമാൻ മരുന്ന് കൊണ്ടുവന്നാൽ പിന്നെ നമ്മുടെ രാക്ഷസവംശം അതോടെ ഇല്ലാതാവും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ ദൗത്യം പരാജയപ്പെടുത്തണം. അതിന് അങ്ങ് എന്നെ സഹായിക്കണം. അത് കേട്ട് കാലനേമി പറയുകയാണ്, അല്ലയോ ദശാനന, അടിയൻ പറയുന്നതിൽ അങ്ങ് ക്ഷമിക്കണം. ക്ഷണികമായ ഭോഗാസക്തിയിൽ മുഴുകി അങ്ങ് എന്തിനാണ് ഇത്തരം കുടിലപ്രവർത്തികൾ ചെയ്യുന്നത്? അങ്ങൊരു ഋഷിപുത്രനല്ലേ? സത്യധർമ്മ മര്യാദാദികൾ ഇതുവരെ അങ്ങ് പാലിച്ചിട്ടില്ല. അതിൻ്റെ ഫലം ഇതാ ഇപ്പോൾ അനുഭവിക്കുന്നു. അങ്ങയുടെ മക്കളും ബന്ധുമിത്രാദികളും സേനാനായകന്മാരും മന്ത്രിമാരുമൊക്കെ ചത്തൊടുങ്ങിയിരിക്കുകയാണ്. ഇനി എന്താണ് അങ്ങേക്ക് ആവശ്യമായിട്ടുള്ളത് എന്ന കാലനേമിയുടെ മുൻപാകെ പരിഭ്രമിച്ച് നിൽക്കുന്ന രാവണൻ്റെ ആ അവസ്ഥ, സന്തുഷ്ടി പകരുന്ന ആ അവസ്ഥയിൽ ഇന്നത്തെ സത്സംഗം ഇവിടെ സമാപിക്കുകയാണ്.